ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴ കാരണേ ഞാൻ കുറച്ച് മുളക് വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകി ഉണക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് കേട്ടോ. മുളക് ഞാൻ പൊടിച്ച് വിൽക്കുന്നുണ്ട്. അപ്പോഴേ ഇന്ന് സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് മുഴുവനും ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ പോലെ വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കുവാൻ സാധിക്കും കേട്ടോ. ഞാനിവിടെ ജംഗ്ഷനിൽ ഒരു ചെറിയ കട ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ വലിയ കച്ചവടമൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഉള്ള ആൾക്കാർ വരുന്നതനുസരിച്ചിട്ട് അവരിലൂടെ സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് ഞാൻ പരമാവധി എനിക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുമുണ്ട് കേട്ടോ. പല സ്ത്രീകൾക്ക് പല സാഹചര്യങ്ങളായിരിക്കില്ലേ. എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ജോലിക്കൊന്നും പോകുവാൻ സാധിച്ചെന്ന് വരില്ല. വീട്ടിലെ എല്ലാ ജോലികളും വളരെ പെട്ടെന്നൊക്കെ ചെയ്തു തീർത്ത് ജോലിക്ക് പോയി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കൊച്ചു കുട്ടികളുള്ളവർക്ക്, മാതാപിതാക്കളുള്ളവർക്കൊന്നും പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല, ചിലവർക്ക് പ്രായക്കൂടുതലുണ്ടാകും, ചിലവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകൂലേ. എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ടാവും. എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പണം സമ്പാദിക്കുവാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ടേ, നമ്മളിങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം നോക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കസ്റ്റമർ ബാക്കപ്പ്. കുറച്ച് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് വേണം. അതിന് നമ്മൾ വീടടച്ച് അകത്തിരുന്ന് ആരോടും മിണ്ടാതെയും പറയാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളൊന്ന് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുക, നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആയിട്ടൊന്ന് ഇടപഴകുക, എല്ലാവരുടെയൊക്കെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽ ഒക്കെ മേടിക്കുക. നിങ്ങൾ അങ്ങനെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക കേട്ടോ. തുടക്കത്തിൽ ഒരു 10 പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. അവർ പുറത്ത് കടയിൽ പോയി വാങ്ങുന്ന, നിത്യേന വാങ്ങുന്ന സാധനങ്ങൾ, എളുപ്പത്തിൽ കേടാവാത്ത സാധനങ്ങൾ വെച്ച് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട്. മുളക്, മല്ലി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കി പൊടിക്കുക, മസാല പൊടിക്കുക. അത് തന്നെ ചിക്കൻ മസാല, സാമ്പാർ മസാല, അതുപോലെ ഇറച്ചി മസാല, അങ്ങനെ പല മസാലകളുണ്ട്, രസക്കൂട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ തൽക്കാലം ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി കേട്ടോ. പിന്നെ വല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾ ഇത് കൊണ്ടുപോയി വിൽക്കുവാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിന്റെ ഒരു ലൈസൻസ് ഒക്കെ എടുത്താൽ മതി. തുടക്കത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയും അതുപോലെ സാധാരണ ഒരു പ്രൈസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സാധനം വാങ്ങിക്കും കേട്ടോ. ആദ്യമേ വലിയ ലാഭം ഒന്നും എടുക്കാതെ ആളുകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിച്ചിട്ട് നല്ലൊരു അഭിപ്രായം നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ പറയുവാൻ സാധിക്കുന്ന, വേറെങ്ങും പറഞ്ഞ് കേൾക്കാത്ത ഒരു ചെറിയ, നാവിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പേരൊക്കെ കണ്ടുപിടിച്ച് പ്രൊഡക്റ്റിനൊക്കെ ഇട്ട്, അല്ലെങ്കിൽ നമ്മുടെ സംരംഭത്തിനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കാര്യം തുടങ്ങി വെക്കുക. ഇതോടൊപ്പം ഒരു 10 പേരൊക്കെ ആയി കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഒരു പച്ചക്കറികളൊക്കെ നട്ടുണ്ടാക്കിയിട്ട് അതും കൂടി ഇവർക്ക് കൊടുക്കുക കേട്ടോ. അവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത എവിടെയെങ്കിലും പാൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ പാലൊക്കെ വാങ്ങിച്ചിട്ട് 2 പാക്കറ്റ് പാലും കൂടെയൊക്കെ വാങ്ങിയിട്ട് നല്ല കട്ടിക്ക് നല്ല കാച്ചി കുറുക്കി എടുത്തിട്ട് നല്ല തൈരൊക്കെ ഒഴിച്ച് നല്ല കട്ട തൈരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കും. ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്നും അവർക്കും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ആവശ്യമുള്ള സാധനമാണ് തൈര്. അതുപോലെ കോഴിയെ വളർത്താനൊക്കെ ആയിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട, നാടൻ മുട്ടയൊന്നും ഇപ്പൊ കിട്ടാനില്ല. ഈ പെണ്ണുങ്ങളൊക്കെ എന്തെടുക്കുവാണോ എന്തോ വീട്ടിലിരുന്നുകൊണ്ട്. ഞാനിവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടാനില്ല കേട്ടോ. കുറച്ച് കോഴികളൊക്കെ വളർത്തിയിട്ട് ഈ നാടൻ കോഴിമുട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ എന്ത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കടയിലും ഇല്ല, നമുക്ക് വീട്ടിലും ആരും കൊണ്ടൊന്ന് തരാനുമില്ല. അപ്പോൾ അങ്ങനെ വീടിന്റെ അടുത്തൊക്കെ നാടൻ കോഴികളെ വളർത്തിയിട്ട് ഈ കോഴിത്തീറ്റയൊന്നും കൊടുക്കാത്ത, ഹോർമോൺ തീറ്റയൊന്നും കൊടുക്കാത്ത, നമ്മൾ ഇച്ചിരി അരിയോ ചോറോ ഒക്കെ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികളുണ്ടെങ്കിൽ, മുട്ട ഇച്ചിരി ചെറുതാണെങ്കിലും വേണ്ടില്ലാന്ന് ഇപ്പോൾ 8.5 രൂപയുണ്ട് പുറത്ത് നാടൻ കോഴി മുട്ടയുടെ വില. അപ്പോൾ അത് നിങ്ങൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അത് പൈസ കിട്ടും. അതോടൊപ്പം നമ്മൾ ഈ കോണ്ടാക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും എന്നും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നൈറ്റികളൊക്കെ. അങ്ങനെയുള്ള നൈറ്റികളൊക്കെ എടുക്കുക, വിൽക്കുക. കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ഡെയിലി വെയർ ഡ്രസ്സുകളൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് അതല്ലേ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതങ്ങ് വാങ്ങിച്ച് പൊക്കോളും. ഒരുപാടൊന്നും കാശ് ചെലവാക്കി വാങ്ങിക്കാതിരുന്നാൽ മതിയെന്നേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കൂടാതെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രുചിയില് നല്ല അച്ചാറുകള്, ചമ്മന്തി പൊടികള്, മീനച്ചാറൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് ഈ കസ്റ്റമർ ബാക്കപ്പ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ ഒരു കസ്റ്റമർ 3 പേരെ കൊണ്ടുവരുമെന്നാണ് അതിന്റെ ഒരു സിസ്റ്റം. ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് 3 പേരും കൂടെ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കും. അതങ്ങനെയാണ്. അപ്പോൾ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കുക, നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കുക, നല്ല വൃത്തിയിൽ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങി വീഡിയോസ് ഒന്നും എടുത്ത് എഡിറ്റ് ചെയ്തിടാൻ അറിയില്ലെങ്കിൽ പോലുമേ
നമുക്കിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിടാൻ അറിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിന്റെ, നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഈ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇടുക കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നും. അങ്ങനെ ചെയ്യാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡേ കെയർ ഒക്കെ തുടങ്ങാം കേട്ടോ. പകല് മാതാപിതാക്കള് ജോലിക്കൊക്കെ പോകുമ്പോൾ അവരുടെ കുട്ടികളെ നോക്കാൻ ആളില്ലാതെയൊക്കെ ഇപ്പൊ വിഷമിച്ചിരിക്കുമല്ലോ. എല്ലാവരുടെയും വീട്ടിലിപ്പം അവരുടെ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പൊ എല്ലാ അണുകുടുംബം അല്ലേ, മാറി താമസിക്കുകയല്ലേ. അപ്പോൾ ഡേ കെയർ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ 1000 രൂപയൊന്നും അല്ല ഇപ്പൊ ഫീസൊന്നും. നല്ല ഫീസൊക്കെ ഉണ്ട്. അതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേ കെയർ തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ ഏതാണെന്നൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യാട്ടോ. ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യണോ, അതുപോലെ ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യണോ, അതുപോലെ നഴ്സറി പോലെ എന്തെങ്കിലും ചെടികളൊക്കെ, കുറച്ച് വിത്തുകളൊക്കെ പാകി ചെടികളായിട്ടൊക്കെ അവിടെ വെക്കുക. ഇതൊക്കെ ഒരു സൈഡ് ബിസിനസ് ആണ്. ആദ്യമേ ഒന്നും നമുക്ക് വലിയ വരുമാനമൊന്നും കിട്ടൂല. ചെടികൾ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തുണ്ട്. നമ്മുടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു നഴ്സറി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം എന്നാണെന്നറിയാമോ, ഈ സിറ്റിയിലൊക്കെ പോയി യാത്രയൊക്കെ പോയിട്ട് വരുമ്പോ ഈ ചെടിച്ചട്ടിയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വീടിന്റെ അടുത്തുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട് മിക്കവാറും പേരും വന്ന് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനൊക്കെ നല്ല പരസ്യം കൊടുക്കണം, ആളുകളിലോട്ട് എത്തിക്കണം. അതൊക്കെയാണ് എല്ലാവർക്കും അറിയാത്തത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ പരസ്യമൊക്കെ കൊടുക്കണം, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിലേക്ക് ചേരാട്ടോ. എന്നും നിങ്ങൾക്ക് അതിന്റെ ഡൗട്ടുകൾ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. 199 രൂപയുള്ള ഒരു എന്താ പറയാ, ലൈഫ് ലോങ് അഡ്മിഷൻ ആണെന്ന് പറയാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാം. നിങ്ങളിൽ ഒരാളായിട്ട്, ഒരു സാധാരണക്കാരിയായിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തരും. അതിനകത്ത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് കേട്ടോ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ആദ്യം തുടങ്ങിയുള്ള വീഡിയോസുകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ട് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ വേണമെങ്കിലൊക്കെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഡിസൈനിങ് ക്ലാസ്സിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, വിളിച്ച് സംസാരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം, നിങ്ങൾ വിഷമങ്ങൾ പറയാം. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എന്താ പറയുക, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആരും സാഹചര്യങ്ങൾ അനുകൂലമല്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്നൊന്നും വിചാരിച്ച് വിഷമിച്ചിരിക്കരുത് കേട്ടോ. സാഹചര്യങ്ങൾ അനുകൂലമാവാൻ കാത്തു നിൽക്കണ്ട, ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ പ്രസവ മുറിയിൽ നമ്മൾ പ്രസവിച്ചില്ലേ, ആ സിസേറിയന്റെ വേദന അല്ലെങ്കിൽ അനുഭവിച്ചില്ലേ. അപ്പോൾ ഇത്രയൊക്കെ സഹിക്കാൻ കഴിയുമെങ്കിൽ, ഒരു കുഞ്ഞിനെ ഒന്നുമല്ലാതിരുന്ന നമ്മളൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇതെല്ലാം സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകാതെ ഒരു വരുമാനം കണ്ടെത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.